നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് ഡോർസ് ഓഫ് ഡെയറിംഗ് എന്നാണ്. ഈ കവിത നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെയും തടസ്സങ്ങളെയും എങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കുന്നു. ഒരു ഭീമാകാരമായ പർവ്വതത്തെ ധൈര്യത്തോടെ കയറാൻ ക്ഷണിക്കുന്നതുപോലെയും അല്ലെങ്കിൽ കടൽ നമ്മെ സാഹസിക യാത്രകൾക്കായി വിളിക്കുന്നതുപോലെയും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനു മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന സാഹസികതയുടെ വാതിലുകൾ മാത്രമാണെന്ന് കവി പറയുന്നു. ഇതൊരു ഉണർത്തുപാട്ടാണ്. പരിമിതികളിൽ വിഷമിക്കാതെ അവയെല്ലാം വിജയത്തിലേക്കുള്ള അവസരങ്ങളായി കണ്ട് മുന്നോട്ടു പോകാൻ ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഈ കവിത സാഹസികത, ധൈര്യം, വെല്ലുവിളികളെ നേരിടാനുള്ള മനോഭാവം എന്നിവയെക്കുറിച്ചാണ്. ആദ്യം കവി പറയുന്നത് താഴ്വരയെ ചുറ്റിവരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉയർന്നതും കുത്തനെയുമുള്ളതുമായ ഗ്രാനൈറ്റ് മതിലുകൾ പോലെയുള്ള പർവ്വതങ്ങൾ ആകാശത്തേക്കുള്ള പടവുകൾ പോലെ നിർഭയനായ കാൽവയ്പിനെ കയറാൻ ക്ഷണിക്കുന്നുവെന്നാണ്. രണ്ടാമതായി, തീരത്തുനിന്ന് തീരത്തേക്കൊഴുകി പതിയുന്ന അശാന്തമായ ആഴമേറിയ കടൽ സൂര്യരശ്മിയേറ്റ കപ്പൽ സഞ്ചാരികളോട് മുന്നോട്ടു തുഴയുക, കപ്പലിറങ്ങുക, പര്യവേക്ഷണം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്യുന്നു. അവസാനം കവി ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. നമ്മൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നതും നമ്മെ തടവിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നതുമായ എല്ലാ അതിരുകളും യഥാർത്ഥത്തിൽ ആത്മാവിനു മുന്നിൽ ലേശം തുറന്നിട്ടിരിക്കുന്ന ധൈര്യതയുടെ വാതിലുകൾ മാത്രമാണെന്ന് കവി പറയുന്നു. ഈ കവിത നമ്മളോട് പറയുന്നത് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നമ്മെ പരീക്ഷിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള അവസരങ്ങളാണെന്നാണ്. ഇനി എല്ലാവരും കവിതയിലേക്ക് നോക്കൂ. ദ മൗണ്ടൻസ് ദറ്റ് എൻഫോൾഡ് ദ വെയിൽ. താഴ്വരയെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങൾ. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ. കുത്തനെയുള്ളതും ഉയർന്നതുമായ ഗ്രാനൈറ്റ് മതിലുകളോടെ. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുട്ട് ടു സ്കെയിൽ. നിർഭയമായ കാൽവയ്പിനെ കയറാൻ ക്ഷണിക്കുന്നു. ദെയർ സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ. തങ്ങളുടെ പടവുകളിലേക്ക്, ആകാശത്തേക്ക്. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിംഗ് സീ. അശാന്തമായ ആഴമേറിയ വേർതിരിക്കുന്ന കടൽ. ദറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. തീരത്തുനിന്ന് തീരത്തേക്കൊഴുകി പതയുന്നു. കോൾസ് ടു ഇറ്റ് സൺബേൺ ഷിവൽറി. സൂര്യരശ്മിയേറ്റ് അതിന്റെ സാഹസികരോട് വിളിച്ചു പറയുന്നു. പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. മുന്നോട്ടു തുഴയുക, കപ്പലിറങ്ങുക, പര്യവേക്ഷണം ചെയ്യുക. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്. നമ്മൾ ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ അതിരുകളും. ദറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. നമ്മെ തടവിലിടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നവ. ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡെയറിംഗ്. ധൈര്യതയുടെ വാതിലുകൾ മാത്രമാണ്. അജ ബിഫോർ ദ സോൾ. ആത്മാവിനു മുന്നിൽ ലേശം തുറന്നിട്ടിരിക്കുന്നവ. ഈ കവിത എഴുതിയത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ ആണ്. അദ്ദേഹം 1852 USA-യിലെ ജർമാൻ ടൗണിൽ ജനിച്ചു. അദ്ദേഹം ഒരു അമേരിക്കൻ എഴുത്തുകാരനും കവിയുമായിരുന്നു. മതം, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന കവിതകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. 20 വർഷത്തിലധികമായി അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സാഹിത്യ പ്രൊഫസറായിരുന്നു. പ്രധാന കൃതികൾ, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചില കൃതികൾ ദി അതർ വൈസ് മാൻ, ദ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ എന്നിവയാണ്. ഓർക്കുക കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അവസരങ്ങളാണ്. ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.